നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 സീറ്റിൽ വിജയം ഉറപ്പെന്ന് കോൺഗ്രസ് വിലയിരുത്തൽ. വയനാട് നടക്കുന്ന നേതൃയോഗത്തിലെ മേഖല തിരിച്ചുള്ള അവലോകനത്തിലാണ് വിലയിരുത്തൽ. കോഴിക്കോട് ജില്ലയിൽ 8 മണ്ഡലങ്ങളിലും എറണാകുളം ജില്ലയിൽ 12 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. 2026-ൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് യോഗത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. നല്ല നിലയിൽ വളരെ പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു ഭരണമാറ്റം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ 2026-ൽ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ആത്മവിശ്വാസം ഒന്നാം ദിന ചർച്ചകൾ കഴിയുമ്പോൾ ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യ 2026, മിഷൻ 2025 പോലെ തന്നെ വലിയ രീതിയിലുള്ള വിജയം കോൺഗ്രസിനും UDF-നും ഉണ്ടാകാൻ കഴിയുന്ന രീതിയിലുള്ള ആത്മവിശ്വാസമാണ് എല്ലാവരും പ്രകടിപ്പിച്ചത്. KPCC ലക്ഷ്യ എന്ന പേരിട്ട് നടത്തുന്ന ലീഡേഴ്സ് സമ്മിറ്റിൻ്റെ ആദ്യ ദിവസം പൂർത്തിയാകുമ്പോൾ മേഖല തിരിച്ചുള്ള ഓരോ മേഖലകളും തിരിച്ചുള്ള ജില്ലകൾ, മണ്ഡലങ്ങൾ തിരിച്ചുള്ള കൃത്യമായൊരു കണക്കെടുപ്പിൽ കുറഞ്ഞത് 85 സീറ്റിലെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഒരു 85 എന്നുള്ളത് കുറഞ്ഞ സീറ്റാണ്, 100-ന് മുകളിൽ വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നു. അത് ഓരോ മേഖലകൾ, അതായത് 3 KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ അവരുടെ ചുമതലയുള്ള മേഖലകൾ തിരിച്ചിട്ട് ആ ജില്ലകളിലെ DCC പ്രസിഡന്റുമാരും KPCC ഭാരവാഹികളും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമാണ് അവർ ഓരോ സ്ഥലത്തെയും രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് മാത്രമല്ല, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് അത്തരമൊരു കണക്കിലേക്ക് വന്നത്. അത് നമ്മൾ ആദ്യത്തെ ഒരു മേഖല എന്ന് പറയുന്നത് വടക്കൻ മേഖലയിൽ കാസർഗോഡ് മുതൽ വയനാട് വരെയുള്ള ജില്ലകളാണ്. ഷാഫി പറമ്പിലിൻ്റെ ചുമതലയുള്ള ജില്ലയാണ്. അതിൽ കാസർഗോഡിൽ 5-ൽ 3 സീറ്റുകൾ വിജയിക്കാൻ സാധ്യത കണക്കാക്കുന്നു. കണ്ണൂരിലാണെങ്കിൽ 11-ൽ 4 സീറ്റും, കോഴിക്കോട് 13-ൽ 8 സീറ്റുകൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. വയനാട്ടിൽ 3-ൽ 3 സീറ്റും വിജയിക്കുമെന്നും കരുതുന്നു. അങ്ങനെ ആ മേഖലയിൽ 32 സീറ്റുകളിൽ 18 സീറ്റുകളിൽ അവർ വിജയം ഉറപ്പിക്കുകയാണ്. മറ്റൊന്ന്, മലപ്പുറം ജില്ലയിൽ 16-ൽ 16 സീറ്റുകളും വിജയിക്കുമെന്നാണ് UDF-ന്റെ ആത്മവിശ്വാസം. പാലക്കാട് 12-ൽ 5 സീറ്റുകൾ നേടാൻ അവർക്ക് കഴിയും. തൃശ്ശൂരിൽ 13-ൽ 6 സീറ്റുകളും, എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത്. 14-ൽ മലപ്പുറം കഴിഞ്ഞ ഏറ്റവും വലിയ പ്രതീക്ഷ എറണാകുളം ജില്ലയാണ്. എറണാകുളത്ത് 14-ൽ 12 സീറ്റുകൾ വിജയിക്കുന്നുണ്ട് കരുതുന്നു. ഇടുക്കിയിൽ 5-ൽ 4 സീറ്റുകൾ. അങ്ങനെ മധ്യമേഖല, AP അനിൽകുമാറിൻ്റെ ചുമതലയുള്ള മധ്യമേഖലയിൽ 60-ൽ 43 സീറ്റുകൾ നേടുമെന്നാണ് അവരുടെ കണക്കൂട്ടൽ. ആലപ്പുഴയിൽ 9-ൽ 4 സീറ്റും, കോട്ടയത്ത് 9-ൽ 5 സീറ്റും, പത്തനംതിട്ടയിൽ 5-ൽ 5 സീറ്റും വിജയിക്കുമെന്നും, കൊല്ലം 14-ൽ 6 സീറ്റ് വിജയിക്കുമെന്നും, അങ്ങനെ തിരുവനന്തപുരം 14-ൽ 4 എന്നിങ്ങനെ 48-ൽ 24 സീറ്റ് ഉൾപ്പെടെ 140-ൽ 85 സീറ്റുകൾ വിജയിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് വന്നിരിക്കുകയാണ്. വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കനകോലു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതുകൂടി ഇന്ന് രാത്രി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക. എന്തായാലും 85 സീറ്റിൽ ഉറപ്പുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം.